കോൺഗ്രസിൽ പുതിയ പോർമുഖം തുറന്ന് കെ മുരളീധരൻ. കെ മുരളീധരന്റെ പരാമർശത്തിൽ നേതാക്കൾക്ക് അതൃപ്തി. പ്രസ്താവന അനാവശ്യമാണെന്നാണ് നേതാക്കളുടെ പ്രതികരണം. കെ കരുണാകരന്റെ ശാപമേൽക്കാത്തത് വി.ഡി. സതീശന് മാത്രമാണെന്നും അതുകൊണ്ട് സതീശന് പ്രൊമോഷൻ ഉണ്ടാകുമെന്നും മുരളീധരൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഞങ്ങൾ രണ്ടുപേരും നിയമസഭയിൽ 8 വർഷം ഒരുമിച്ചുണ്ടായിരുന്നു. ഈ 8 വർഷക്കാലവും ഞങ്ങൾ രണ്ടുപേരും പിൻബെഞ്ചുകാരായിരുന്നു. ഞങ്ങളെ പിൻബെഞ്ചിൽ ഇരുത്തിയത് പിന്നീട് പിൻബെഞ്ചിലായി. അത് ചരിത്രത്തിൻ്റെ ഭാഗം, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പക്ഷെ അന്നത്തെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ധനകാര്യമന്ത്രിയുടെ കണക്ക് ഊതി വീർപ്പിച്ച കണക്കാണെന്ന് ശക്തമായി തെളിവ് സഹിതം അദ്ദേഹത്തിന് അവിടെ സ്ഥാപിക്കാൻ കഴിയും. പക്ഷെ അങ്ങനെ സ്ഥാപിച്ച വി.ഡി. സതീശന് പിന്നീടൊരു ക്യാബിനറ്റ് വന്ന സമയത്ത് ആ പരിഗണന കൊടുത്തില്ല എന്നത്, അതാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിനെ ബാക്ക് ബെഞ്ചിൽ ഇരുത്തി എന്ന് പറയാൻ കാരണം. ഇത്രയും ഡിബേറ്റ് നടത്തി അന്നത്തെ UDFന് തിരിച്ചു വരാനുള്ള ശക്തമായൊരു അടിത്തറ ഉണ്ടാക്കി കൊടുത്തിട്ട് പോലും അദ്ദേഹത്തിനെ മാറ്റി നിർത്തുകയുണ്ടായി. പക്ഷേ സ്വാഭാവികമായിട്ടും ആരെ എത്ര കഴിവുള്ളവരെ മാറ്റി നിർത്തിയാലും അവർ സ്വയം മുന്നോട്ട് വരും എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് കഴിഞ്ഞ തവണ പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനം അദ്ദേഹത്തിന് തേടിയെത്തിയത്. നൃപൻ ചേരുകയാണ്. നൃപൻ, ഇപ്പോൾ വി.ഡി. സതീശനോട് മുരളീധരനൊരു സ്നേഹം തോന്നാനുള്ള സാഹചര്യം എന്താണ്? ഇവർ രണ്ടുപേരും കൈകോർക്കുകയാണോ? രാഷ്ട്രീയത്തിൽ എപ്പോഴും വിവാദങ്ങൾക്ക് വഴിമരുന്ന് തരുന്ന പ്രസ്താവനകൾ തുടർച്ചയായി നടത്തുന്ന നേതാവാണ് കെ മുരളീധരൻ. കെ മുരളീധരൻ 2 ഭാഗങ്ങളായിട്ടാണ് ഈ എം.ഒ. ജോണിന്റെ അനുസ്മരണത്തിൽ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത്. അതിൽ ഒരു ഭാഗം മാത്രമാണ് നമുക്ക് ഇപ്പോൾ പ്രേക്ഷകരെ കേൾപ്പിക്കാനായത്. രണ്ടാമത്തെ ഭാഗത്തിൽ കെ കരുണാകരന്റെ ശാപമേറ്റവർ ആരും രക്ഷപ്പെടില്ല എന്ന ഒരു പ്രസ്താവന മുരളീധരൻ നടത്തി. അത് വി.ഡി. സതീശൻ മാത്രമാണ് കെ കരുണാകരന്റെ ശാപമേൽക്കാത്ത നേതാവ്, അതിനാൽ അദ്ദേഹത്തിന് പ്രൊമോഷൻ ഉണ്ടാകും എന്നൊരു വാദവും കൂടി പറയുന്നുണ്ട്. ഈ ഒളിയമ്പ് മുഴുവൻ കെ.സി. വേണുഗോപാലിനെയും രമേശ് ചെന്നിത്തലയും ഉന്നമിട്ടാണ്. ഇപ്പോൾ നമ്മൾ പ്രേക്ഷകരെ കാണിച്ച ആ പ്രതികരണത്തിൽ പറയുന്നത്, അന്ന് തന്നെ തങ്ങളെ പിൻബെഞ്ചിൽ താനും വി.ഡി. സതീശനും അന്ന് നിയമസഭയിൽ പിൻബെഞ്ചിലായിരുന്നു. അന്ന് തങ്ങളെ പിൻബെഞ്ചിലാക്കിയവർ ഇപ്പോൾ മുൻബെഞ്ചിൽ നിന്ന് പിന്നിലേക്ക് മാറി. അത് രമേശ് ചെന്നിത്തലയും ഒപ്പം തന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയും ഒക്കെ രക്ഷപ്പെട്ടാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവന. അത് ഒപ്പം തന്നെയാണ് കെ കരുണാകരനെ ശാപമേറ്റ ആരും രക്ഷപ്പെടില്ല, കോൺഗ്രസ് രക്ഷപ്പെടില്ല എന്ന ഒരു വിവാദ പ്രസ്താവന കൂടി നടത്തിയത്. കാരണം കെ കരുണാകരൻ ഒപ്പം നിൽക്കുകയും രണ്ടാമത് അദ്ദേഹത്തിന്റെ നിന്ന് മാറി മറ്റ് ചില പദവികളിലേക്ക് പോയ പല നേതാക്കളുമുണ്ട്. അദ്ദേഹത്തിന്റെ ഗ്രൂപ്പിനെ അടക്കം തള്ളിപ്പറഞ്ഞ് ഇപ്പോൾ ഗ്രൂപ്പില്ല, പാർട്ടിയാണ് വലുത് എന്ന് പറഞ്ഞ് വലിയ നേതൃത്വത്തിൽ ഇരിക്കുന്ന നേതാവ് അടക്കമുണ്ട്. അപ്പോ അദ്ദേഹം വളർത്തിക്കൊണ്ടുവന്ന പലരും അദ്ദേഹത്തെ വഞ്ചിക്കുകയും ചതിക്കുകയും ചെയ്തിട്ടുണ്ട്. കെ കരുണാകരന്റെ ശാപം അവസാനം ഈ നേതാക്കൾക്കെല്ലാം ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് എന്നതാണ്. DAC ഉണ്ടാക്കി കെ കരുണാകരൻ പോയപ്പോൾ പാർട്ടിയിൽ നിന്ന് പുറത്താകുമ്പോഴൊക്കെ രമേശ് ചെന്നിത്തലയായിരുന്നു കോൺഗ്രസിനെ നയിച്ചിരുന്നത്. ഇത്തരം കാര്യങ്ങൾ കൂടി സൂചിപ്പിച്ചുകൊണ്ടാണ് രമേശ് ചെന്നിത്തലയും കെ.സി. വേണുഗോപാലിനെ ലക്ഷ്യമിട്ട് ഇത്തരത്തിലൊരു പ്രസ്താവന കെ മുരളീധരൻ കഴിഞ്ഞ ദിവസം എം.എ. ജോണിന്റെ അനുസ്മരണത്തിൽ നടത്തിയത്. ആ അനുസ്മരണത്തിൽ ഈ വി.ഡി. സതീശനെ പുകഴ്ത്തി നടത്തിയ പ്രസ്താവനയ്ക്ക് ശേഷം വി.ഡി. സതീശൻ മറുപടിയായി പറഞ്ഞത് മുരളീധരന്റെ വാക്കുകൾ സത്യസന്ധമാണ് എന്നായിരുന്നു. വി.ഡി. സതീശൻ മുരളീധരനെ ന്യായീകരിക്കുകയും കൂടി ചെയ്തു. കാരണം അത്തരത്തിലൊരു വേദിയിൽ വെച്ച് ഇങ്ങനൊരു നേതൃത്വത്തെ വിമർശിച്ചപ്പോൾ വി.ഡി. സതീശൻ അതിനെ തിരുത്തിയില്ല. മാത്രമല്ല മുരളീധരന്റെ വാക്കുകൾ സത്യസന്ധമാണ് എന്ന തരത്തിൽ അദ്ദേഹത്തെ വാക്കുകളെ ന്യായീകരിക്കുകയാണ് ചെയ്തത്. മാത്രമല്ല ഇത് കാലം തെളിയിക്കുമെന്ന് സതീശൻ മറുപടി നൽകി. കാരണം തന്നെ ബാക്ക് ബെഞ്ചിലേക്ക് മാറ്റിയവർ ഇപ്പോൾ പിൻബെഞ്ചിലാണ്, താൻ ഇപ്പോൾ മുൻബെഞ്ചിലാണ് കോൺഗ്രസിനെ നയിക്കുന്നത് എന്ന് മുരളീധരൻ പറഞ്ഞതും അത് കാലം തെളിയിക്കും എന്നതാണ് ഈ രമേശ് ചെന്നിത്തല അടക്കം ഉന്നമിട്ട് മുരളീധരൻ പറഞ്ഞ വാക്കുകളെ പൂർണ്ണമായും വി.ഡി. സതീശൻ ന്യായീകരിക്കുകയായിരുന്നു. അതില് വലിയ തരത്തിലുള്ള പ്രതിഷേധം കോൺഗ്രസിനകത്തുണ്ട്. പ്രത്യേകിച്ച് കെ.സി. വേണുഗോപാലിനെ രമേശ് ചെന്നിത്തലയെ ലക്ഷ്യമിട്ടാണ് മുരളീധരൻ ഇങ്ങനെ ശാപമേറ്റവർ രക്ഷപ്പെടില്ല എന്ന ഒരു പ്രതികരണം നടത്തിയത് എന്ന തരത്തിലുള്ള വിമർശനമുണ്ട്. മാത്രമല്ല നിർണായക രാഷ്ട്രീയ സാഹചര്യത്തിൽ മുരളീധരൻ തുടർച്ച വിവാദമുണ്ടാക്കുന്നു എന്ന് നേതൃത്വത്തിൽ വിലയിരുത്തലുണ്ട്. ഷമി, മുരളീധരന്റെ പ്രസ്താവനയ്ക്കെതിരെ കോൺഗ്രസിൽ തന്നെ അതൃപ്തി ഉയരുന്നു. നൃപനാണ് വിവരങ്ങൾ നൽകിയത്.